രണ്ടാഴ്ചത്തെ ഹോസ്റ്റൽ വാസത്തിന് ശേഷം ഇന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അതിനു മുമ്പ് ഞാൻ മുന്നേ ഒരു കോളേജിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് അതിനടിയിൽ വന്ന് കമൻറ്റ് ചെയ്തൊരു വ്യക്തിയാണ് ഇപ്പോൾ കണ്ടത്. അന്ന് പുള്ളിക്കാരി ചോദിച്ചൊരു ചോദ്യമുണ്ട്, ആ വീഡിയോയിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നു. പക്ഷേ പുള്ളിക്കാരിക്ക് ഇപ്പോൾ ക്യാമറയുടെ മുമ്പിൽ വരാൻ നല്ല നാണമായിരുന്നു. ഇതാണ് അവരുടെ ആ ഗ്യാങ്. അവരുടെ ആ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് മിസ് ക്ലാസ്സിലേക്ക് കയറി വന്നു. പിന്നെ ഞാൻ മിസ്സിനെ വിട്ടില്ല, മിസ്സിൻ്റെ ഒരു വീഡിയോയും കൂടെ എടുത്തു. ഇത് മിസ് അറിയാതിരിക്കട്ടെ. ഇത് കണ്ടോ അവളുടെ കാതിൽ കിടക്കുന്ന കമ്മൽ. ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള കമ്മൽ ഇവിടെ നിന്ന് ഒപ്പിക്കുന്നെന്തോ. ഞാൻ വീഡിയോ എടുത്ത് വ്ളോഗ് ആക്കുമെന്ന് പറഞ്ഞപ്പോൾ റിയാക്ഷനാണ് ലാസ്റ്റ് കണ്ടത്. പിന്നെ കോളേജൊക്കെ കഴിഞ്ഞ് അടുത്ത ബസ് പിടിച്ച് നേരെ വീട്ടിലോട്ട്. പുറത്ത് നല്ല വെയിലായതുകൊണ്ട് തന്നെ ഞാൻ ഷട്ടറൊക്കെ താത്തിട്ടിട്ടായിരുന്നു വന്നിരുന്നത്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഷട്ടർ പൊക്കി നോക്കുന്നുണ്ടായിരുന്നു, എവിടെ എത്തി. അങ്ങനെ അവസാനം സ്ഥലമൊക്കെ എത്തി. അവിടെ നിന്ന് ഇറങ്ങി അടുത്ത ബസ് പിടിച്ച് വീണ്ടും സ്ഥലമെത്തി. അവിടെ നിന്ന് കുറേ നേരം നടന്ന് കുറേ കഴിഞ്ഞപ്പോൾ എന്നെ മാതാശ്രീ വിളിക്കാനായിട്ട് എത്തി. പിന്നെ അവിടുന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറേ കാര്യമൊക്കെ പറഞ്ഞിങ്ങനെ പോകുന്നു. അവിടുന്ന് ഒരു ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഉണ്ട് വീട്ടിലേക്ക്. പോകുന്ന വഴിയിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള കാഴ്ചകളുണ്ട്. സൈഡിൽ വയൽ, വാഴത്തോപ്പ്, അങ്ങനെ നല്ല സ്ഥലങ്ങളുണ്ട്. പോകുന്ന വഴിയിൽ കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഈ കാണുന്നതാണ് പള്ളിക്കപ്പുഴ ആറ്. അതിൻ്റെ ബ്രിഡ്ജ് കടന്നിട്ടാണ് നമ്മൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നത്. അത്യാവശ്യം നല്ലൊരു സ്പോട്ടാണത്. അതിനുശേഷം നേരെ പോയത് എൻ്റെ മാമിയുടെ വീട്ടിലോട്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഫുൾ കുട്ടിപ്പടകൾ അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും പുറത്തിറങ്ങി നിന്ന് കളിക്കുകയായിരുന്നു. ഞാൻ അവരുടെ കൂടെ പോയില്ല, കാരണം ഏത് വഴിയിൽ നിന്നാണ് അടിയും ഇടിയൊന്നും കിട്ടുന്നതെന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ട് ഞാനും ആവിനായി അകത്ത് നിന്ന് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് കളിക്കലായിരുന്നു. നീ കണ്ടില്ലേ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇവിടെ നിന്നാണ് അടിയുള്ളൂ. പിന്നെ അവിടെ നിന്ന് ആമിനോടെ ബായിയൊക്കെ പറഞ്ഞ് ഞാൻ നേരെ തിരിച്ച് വീട്ടിലേക്ക്. ഇതാണ് വീട്. പിന്നെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ഫുഡ് അടിയാണല്ലോ. അങ്ങനെ ഫുഡൊക്കെ എടുത്ത് TV ഒക്കെ ഓൺ ചെയ്ത് പിന്നെ എനിക്കൊരു ലേസൊക്കെ കിട്ടിയായിരുന്നു, അതൊക്കെ കഴിച്ച്. അപ്പോൾ ഇന്നത്തേക്ക് ശരിക്കും ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.